കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കേരളീയരെ ഭരിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ സാറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം നല്ലൊരു മികച്ചൊരു ഭരണാധികാരിയായിരുന്നു. അതിന് സംശയമൊന്നും വേണ്ട. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ തന്നെ ധാരാളം താലൂക്ക് ഹോസ്പിറ്റലുകൾ പുതുതായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പഴയ താലൂക്ക് ഹോസ്പിറ്റലുകളെ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആരോഗ്യ മേഖല. ഇതുപോലെ തന്നെ സാമൂഹ്യ മേഖലകളിലാണെങ്കിൽ ലൈഫ് പദ്ധതി പോലുള്ള പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ കൊറോണ സമയത്ത് കിറ്റ് നൽകിയിട്ടുണ്ട്. അപ്പം കിറ്റ് നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പം BJPയുടെ അനുയായികളായിട്ടുള്ള ആൾക്കാർ പറയും അത് കേന്ദ്രവും കിറ്റ് നൽകിയിട്ടില്ലയോ, അല്ല കേന്ദ്രത്തിൻ്റെ പൈസ എന്ന് പറയും. കേന്ദ്രത്തിൻ്റെ പൈസ അല്ല, അതിൻ്റെ ഒരു നിശ്ചിത ശതമാനമേ ഉള്ളൂ കേന്ദ്രത്തിൻ്റെ, ബാക്കി കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ. അതുപോലെ തന്നെ റോഡ് വികസനത്തെക്കുറിച്ച് പറഞ്ഞാലും പറയും അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്തെന്ന് പറയും. കേന്ദ്ര ഗവൺമെൻറ് അല്ല എല്ലാ റോഡുകളുടെയും നടത്തിപ്പുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിന് ദേശീയ ഹൈവേകളുടെ മാത്രമേ ചുമതലയുള്ളൂ. അതിനുവേണ്ടി അവർ കൂടുതലായിട്ട് പണം നൽകത്തുള്ളൂ. ആ പണം നൽകുന്നത് തന്നെ 60-40 എന്നുള്ള അനുപാതത്തിലാണ്. 60% കേന്ദ്രവും 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റും. ഇത്രയൊക്കെ ആണെങ്കിലും ഗതാഗത സംവിധാനത്തിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും സാമൂഹ്യ മേഖലകളിൽ ലൈഫ് മിഷൻ മാത്രമല്ല, ധാരാളം ക്ഷേമ പെൻഷനുകൾ അതിൻ്റെ അകത്ത് വർധന വരുത്തിയിട്ടുണ്ട്. അത് ധാരാളം പേർക്ക് മനുഷ്യർക്ക് അതിൽ സഹായമായിട്ടുണ്ട്. അതിനൊക്കെ തന്നെ 2ാം പിണറായി സർക്കാരിൽ ഗണേഷ് കുമാർ KSRTCയുടെ മന്ത്രിയായിട്ട് വന്നു. എത്രയോ പേർക്ക് ശമ്പളം പോലും മുടങ്ങിക്കിടന്നിട്ടുണ്ട്. ശമ്പളം മുടങ്ങിക്കിടന്നവരുണ്ട്, പെൻഷൻ മുടങ്ങിക്കിടന്നിട്ടുണ്ട്. ഡയാലിസിസ് രോഗികളായിട്ടുള്ള KSRTC ജീവനക്കാർ പെൻഷൻ 8-10 മാസം മുടങ്ങിക്കിടന്നവരുടെ പെൻഷൻ എല്ലാം 2ാം പിണറായി സർക്കാർ ആര് കൊടുത്തു തീർത്ത്? ഗണേഷ് കുമാറിൻ്റെ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ എല്ലാം ആ പെൻഡിങ് ഉള്ളതെല്ലാം കൊടുത്തു തീർത്ത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് 1ാം മന്ത്രിസഭയും 2ാം മന്ത്രിസഭയും. പിന്നെ എവിടെയാണ് പിണറായി വിജയൻ സാറിന് തെറ്റ് പറ്റിയെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലാണ്, ഭരണതലത്തിലല്ല അദ്ദേഹം വീഴാൻ കാരണം, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ മൊത്തം വീഴാൻ കാരണം. ഇവരെല്ലാം വീണേക്കുന്നത്, മന്ത്രിമാരെല്ലാം വീണേക്കുന്നവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലാണ്. ഗണേഷ് കുമാർ ആയിക്കോട്ടെ, വീണ ജോർജ് ആയിക്കോട്ടെ, ഇനിയിപ്പം സാക്ഷാൽ പിണറായി വിജയനായാലും, കാരണഭൂതനായ പിണറായി വിജയനായാലും വീഴാൻ കാരണം അവരുടെ വ്യക്തിജീവിതം എന്ന് പറയുമ്പോൾ വ്യക്തിജീവിതത്തിലെ കറപ്ഷൻസ് ഒന്നുമല്ല. അവരിൽ കറപ്ഷൻസ് ഒന്നും കാണാൻ കഴിയത്തില്ല പൊതുവെ മറ്റ് മന്ത്രിമാരെ കൂട്ടും, പഴയ മറ്റ് മന്ത്രിസഭകളിൽ ഇരുന്ന മന്ത്രിമാരെ കൂട്ടും. ഇവരുടെ വ്യക്തിജീവിതം എന്ന് വെച്ചാൽ ധാർഷ്ട്യം, അഹങ്കാരം, വെട്ടിനിരത്തൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്നിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ. അവരെയൊക്കെ എടുത്ത് പുറത്താക്കി കളഞ്ഞു, നിരത്തി കളഞ്ഞു. അതേപോലെ സുധാകരൻ, ഇവരെയൊക്കെ ആദ്യത്തെ മന്ത്രിസഭ എനിക്കൊന്ന് റവന്യൂ വകുപ്പായിരുന്നു, പിന്നെ അദ്ദേഹത്തെ തഴഞ്ഞു കളഞ്ഞു. അതിനൊക്കെ തന്നെ MM മാണി, ഇവരെയൊക്കെ പിന്നീട് മന്ത്രിസഭ കാണാൻ പോലായിരുന്നു 2ാം മന്ത്രിസഭ. പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണം, എന്നാലും ഒരു വെട്ടിനിരത്തലുണ്ട്. ഒരു ഏകാധിപത്യ പ്രവണത പിണറായി സാറിൽ നിന്ന് വന്നിട്ടുണ്ട്. അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല, അത് വന്നിട്ടുണ്ട്. അങ്ങനെയും ഒരുപാട് ജനങ്ങൾക്കിടയിൽ മോശമായ അഭിപ്രായം LDF ഭരണത്തോട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നാനാ വഴിക്കൂടെയുള്ള കുത്തുവായി. പിന്നെ തുടർഭരണത്തെക്കുറിച്ചുള്ള അപാകതകളായി, അങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ തുടർഭരണം വരാൻ കാരണം പലരും പറയുന്നുണ്ട്. അതിലൊരു ഫാക്ടർ പറയുന്നത് പിണറായി എഫക്റ്റ് എന്ന് പറയുന്നുണ്ട്. വേറൊരു ഫാക്ടർ പറയുന്നുണ്ട്
പിന്നെ 2018 പ്രളയവും 2019 തുടർന്ന് വന്നിട്ടുള്ള കോവിഡിനെയും കോവിഡ് അനന്തര ജീവിതത്തെയെല്ലാം ഒരു മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പിണറായി സാറിന്. അതുകൊണ്ടാണ് ഒരു തുടർഭരണം ഉണ്ടായത്. എന്നാൽ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന വേറൊരു സത്യമുണ്ട്. തുടർഭരണം ഉണ്ടാകാനും വോട്ടിൻ്റെ എണ്ണം കൂടാനും വേറൊരു കാരണമുണ്ട്. അതൊരു കിറ്റ് രാഷ്ട്രീയം. ആ കിറ്റ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പം UDF മന്ത്രിസഭ ഇന്നങ്ങോട്ട് അധികാരത്തിൽ വന്നതേ ഉള്ളൂ. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നു. പക്ഷെ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്കെല്ലാം. അതുപോലെ കിറ്റ് എല്ലാ മനുഷ്യർക്കും വെള്ളക്കാടെന്നോ നീലക്കാടെന്നോ മഞ്ഞക്കാടെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യനും, കേരളത്തിലെ എല്ലാ മനുഷ്യനും കിറ്റ് നൽകിയിട്ടുണ്ട്. 6 മാസം കൂടെ തുടർച്ചയായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ വിട്ട് 1-2 മാസങ്ങളിലങ്ങോട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ ആ കിറ്റ് രാഷ്ട്രീയം അതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ. സർക്കാർ അധികാരത്തിൽ വരാൻ. ഈ കുറ്റം പറയുന്നവർക്ക് എപ്പോഴും കുറ്റം പറയാം, വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. പായസത്തിന് ഉപ്പ് കുറഞ്ഞെന്നും പഴത്തിന് മധുരമില്ലായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. പക്ഷേ പിണറായി ഗവൺമെൻറ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഏറ്റവും മികച്ചൊരു ഭരണ സംവിധാനമാണ് കാഴ്ചവെച്ചത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചില അഴിമതി ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് പിണറായി അല്ല, പിണറായിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോഴും പിണറായി തോറ്റിട്ടില്ല, അതേ MLA ആയിട്ട് തന്നെ നിൽക്കുന്നത്. തോറ്റത് കൂടെ നിന്ന മന്ത്രിമാരാണ്. 11-12 മന്ത്രിമാർ തോറ്റില്ലേ. ഇതേപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നൊരു വിവാദ വിഷയങ്ങളിലായിട്ടുണ്ട്, അഴിമതി കേസിലായിട്ടുണ്ട്, മറ്റ് വിവാദങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം പിണറായി സാറിനെ കുറ്റം പറയാൻ, പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ ആർക്കും കഴിയത്തില്ല. ആ ധാർഷ്ട്യം, ആ ഒരു ഇതിനകത്തെല്ലാം ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ. അതായത് മാധ്യമങ്ങളുടെ ഒരു കൂട്ടായിട്ടുള്ളൊരു എന്താ പറയുന്നത് രാഷ്ട്രീയമുണ്ട്. മാധ്യമങ്ങൾ ചൊറിഞ്ഞിരിക്കും. ആദ്യം പോയി ഒരു വിവാദമായത് കടക്കുപുറത്ത്. അത് ഭയങ്കര വിവാദമായിരുന്നു. അത് പക്ഷേ ഈ ഭരിക്കുന്നവർക്ക് അത് മനസ്സിലാവാക്കത്തില്ല. പുറത്തെന്തോ നടക്കുന്നത്, ജനങ്ങളുടെ ഇടയിൽ എന്താ ആൾക്കെന്ന് കൃത്യമായ രീതി അവർക്ക് ഭരിക്കുന്നവർക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല. കടക്ക് പുറത്തെന്ന് പറയുന്ന ആ ഒരു ഇത് ഭയങ്കരമായിട്ട് വിവാദമായതാണ്. ഭയങ്കരമായിട്ട് വിവാദമായെന്ന് മാത്രമല്ല, അത് ഭയങ്കരമായിട്ട് കേരള സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തൊഴിലാളികളൊക്കെ പോകുമ്പോൾ പോലും അത് പലരും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. കടക്ക് പുറത്ത് അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആ വാക്കിന് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതൊരു വാക്കെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ കുത്തിപ്പൊയ്ക്കൊണ്ടുവന്ന് നിൻ്റെ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞത്. അത് ഈ അവസാന സമയത്താണ്, തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമയത്താണോ അതിന് ശേഷമാണോ, തിരഞ്ഞെടുപ്പിന് ശേഷമാണോ, നിങ്ങളെ വീട്ടിൽ പോയി ചോദിക്കാനാണത് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗണേഷ് കുമാർ സാറിനെ കുറിച്ച്, അത് ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. എനിക്ക് ചിലപ്പോൾ 5000 ബന്ധങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു. അതെല്ലാം പൊതുസമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട്. പൊതുസമൂഹം ഇതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികാരത്തിൻ്റെ പരാജയം കൊണ്ടല്ല രണ്ടാം പിണറായി ഗവൺമെൻറ് പരാജയപ്പെട്ടത്. അത് പരാജയപ്പെട്ടത് വാക്കുകളിലെ ധാർഷ്ട്യം അതിനെ എടുത്ത് മാധ്യമങ്ങൾ മാക്സിമം ഉപയോഗിച്ചു, പരമാവധി ഉപയോഗിച്ചു. മാധ്യമങ്ങൾ വേണ്ടുന്ന രീതിയിൽ അതിനെ ഉപയോഗിച്ച് അവർക്ക് അനുകൂല്യമുള്ള രീതിയിൽ, അവർക്ക് ആനുകൂല്യം ലഭിക്കുന്ന രീതിയിൽ അവർ ഉപയോഗിച്ചു. അതുകൊണ്ട് രണ്ടാം പിണറായി സർക്കാർ വീണു. പിന്നെ ഈ പിണറായി വിജയൻ സാറിൻ്റെ എസ്കോട്ടിനെ കുറിച്ച് ഞാൻ പല വീഡിയോകളിലും എണ്ണിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ എന്നൊക്കെ എണ്ണുമ്പം ഏതാണ്ട് 30-32 വണ്ടി വരെ എസ്കോട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. കാറുകളെല്ലാം കൂടെ, കാറ് ആംബുലൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ. ഇത്ര എസ്കോട്ട് വേണമെന്ന് ചോദിച്ചാൽ അത്രയും വേണ്ട, എന്നാലും എസ്കോട്ട് വേണം. കാര്യം അദ്ദേഹം ഏതോ ഒരു നക്സലുകളാണോ മാവോയിസ്റ്റുകളാണോ അവർക്കെതിരെ നടപടി ആക്ഷൻ എടുത്തിട്ടുണ്ടെന്നോ അതുകൊണ്ട്. അത് മാത്രമല്ല എതിർപ്പും ഉണ്ടായിരുന്നു പല വഴിക്കും.
പാർട്ടി തലത്തിലായാലും മറ്റു തലത്തിലായാലും. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് എസ്കോട്ട് വേണം. വേണ്ട, രാജീവ് ഗാന്ധി നേരെ ചെന്ന് കയറി കൊടുത്തു, ഒരു മാല ഇട്ടതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആവാൻ കഴിയത്തില്ല. അത് നോക്കി കണ്ട് ചെയ്യുന്നവർ അവരവരുടെ സുരക്ഷ ഉറപ്പാക്കും. അതേ പിണറായി സാറും ചെയ്തുള്ളൂ. പിന്നെ വാഹന വ്യൂഹം ഒരുപാടുണ്ടായിരുന്നു. അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു അധികാരത്തിലിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അത്രത്തോളം പ്രഷർ അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭീതിജനകമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇൻ്റലിജൻസിനെ കൂട്ടുള്ളവരുടെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയൊക്കെ അവരപ്പോൾ അത്രത്തോളം സുരക്ഷാ നടപടികൾ സ്വീകരിക്കും. ഒരു ഭരണകൂടത്തിൻ്റെ തലവനല്ലേ, അപ്പോൾ അത്രത്തോളം സുരക്ഷ അവരെടുക്കും. പിന്നെ വി.ഡി. സതീശൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത്ര എസ്കോർട്ടിൻ്റെ ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജനകീയനായി വി.എസ്. അച്യുതാനന്ദനെ കൂട്ട്, അല്ലെങ്കിൽ അതിനേക്കാളും ഉപരി ജനകീയനായ വ്യക്തിയാണ്. ഓക്കെ.